ഹായ്, നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ നീഡ്സ് ഉള്ള മക്കളാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയേക്കും. എൻ്റെ വീട്ടിലുണ്ട് ഒരു 10-year-old ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള മോൾ, സംസാരിക്കത്തില്ല. എൻ്റെ മകളുടെ ഈ ഡയഗ്നോസിസ് വന്നതിന് ശേഷം ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് യാത്രകൾ പോയി. ഈ യാത്രകളെല്ലാം സോളോ ട്രിപ്പിളായിരുന്നു. ഹിമാലയം ഭാഗത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൃന്ദാവൻ വെച്ചിട്ട് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹമായിട്ടുള്ളൊരു കോൺവെർസേഷനിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു പോസിറ്റിവിറ്റി ഉണ്ട്. അതെന്താണെന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഞാൻ പറയാതെ തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഐ നോ അബൌട്ട് യുവർ ഡോട്ടർ. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇതിനെ നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇത് നിങ്ങളിപ്പോഴും യു ആർ റണ്ണിങ് അറൗണ്ട് തിങ്കിങ് യു ഗോണ ഫിക്സ് ഇറ്റ്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാനായിട്ടൊരു പ്രശ്നമായിട്ടാണ് നിങ്ങളിപ്പോഴും കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇത്രയും മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പം ദ മൊമെൻറ്റ് യു അക്സെപ്റ്റ് ഇറ്റ് ആസ് എ ബ്ലെസ്സിങ് ഫ്രം നിങ്ങൾക്ക് എന്തുകൊണ്ടും പറയാം, ഹയർ കോൺഷ്യസ്നെസ് എന്നോ ദൈവമെന്നോ. അപ്പോൾ ഒരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ കണ്ടു തുടങ്ങി കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ ഹോൾ പെർസ്പെക്റ്റീവ് ചേഞ്ച് ആവും. അപ്പോൾ ഈ ഒരു തോട്ട് എനിക്ക് ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരുന്നെങ്കിലും ഞാനിതിനെ നർച്ചർ ചെയ്ത് നോക്കി. ഇവഞ്ച്വലി പതുക്കെ നമുക്ക് ആ ഒരു പ്രോസസ്സ് ഈ ഇദ്ദേഹം പറഞ്ഞ രീതിയിലേക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു സാഡ്നെസ് അത് നമുക്ക് ഇവഞ്ച്വലി ഒരു ബ്യൂട്ടിഫുൾ പ്രോസസ്സായി മാറി. അപ്പോൾ ഇത് ഓവർ ദ ടൈം നമുക്ക് ഇത് ലൈഫ് ലോങ് നമ്മളോട് ഇവർ കാണും. അപ്പം ഇവരെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സോളിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുവർ ലൈഫ് വിൽ ബി മച്ച് ബെറ്റർ. നമ്മൾ പിന്നെ ഇതൊരു സ്ട്രഗിളായിട്ടോ ഇതൊരു വേദനയായിട്ടോ കാണത്തില്ല. അപ്പം ഈ ഒരു പോസിറ്റിവിറ്റി എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങളുടെ ചേഞ്ച് ഓഫ് പെർസെപ്ഷൻ ഇറ്റ് മൈ ഹെൽപ്പ് യു. താങ്ക് യു.